എല്ലാവർക്കും നമ്മളുടെ ഏറ്റവും പുതിയ വീഡിയോയിലോട് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് ഹൗസ് കീപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ്. വേക്കൻസീസ് ആണ് ഷെയർ ചെയ്തത്. കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരാണ്, ഒരു എൻട്രി പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹോട്ടൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും, അതായത് ഹോട്ടൽ പൊസിഷൻസ് ആയിട്ടുള്ള ഗാലി, വെയിറ്റേഴ്സ്, ഹൗസ് കീപ്പിംഗ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഉള്ളവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഡെക്ക് ആൻഡ് ടെക്നിക്കൽ സൈഡിലേക്കുള്ളവർക്കും വേണ്ടിയുള്ള വേക്കൻസിയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ടെക്നിക്കൽ സൈഡിൽ വരുന്നതാണ് കേട്ടോ നമ്മുടെ കാർപ്പൻ്റർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ടെക്നിക്കൽ മെയിൻ്റനൻസ് സൈഡ്, ആ ഒരു ഏരിയയിൽ തന്നെയാണ് കാർപ്പൻ്ററിൻ്റെയും അതുപോലെ തന്നെ AC മെക്കാനിക്കിൻ്റെയും പ്ലംബറിൻ്റെയും അങ്ങനെയുള്ള എല്ലാ ജോലികളും വരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്ന ഈ വേക്കൻസിയുടെ ലിങ്കിൽ കയറി നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്യാം, നിങ്ങളുടെ ജോബ് അവിടെ അവൈലബിൾ ആണോ എന്ന്. അതിനുശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ഈ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി പോകേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത് മുംബൈയിൽ വെച്ചാണ്. മെയ് 9, 10 തീയതികളിലാണ് ഈ ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ 2 ഡിപ്പാർട്ട്മെൻറ്റിനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു ലിങ്ക് അവൈലബിൾ ആണ്. നിങ്ങൾ അതിൽ കയറുക. അതിൽ കയറി മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന, മൈ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി നിങ്ങൾ സ്വന്തമായിട്ട് ഒരു റെസ്യൂമ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ആൻസർ കൊടുത്തു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഒരു റെസ്യൂമായിട്ട് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും നിങ്ങളുടെ റെസ്യൂമും എല്ലാം തന്നെ വീണ്ടും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഏകദേശം 10ഓളം ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വേക്കൻസീസ് ഉള്ളത്, ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ വേക്കൻസി ഉണ്ടോ, ഇന്ന ഹോസ്പിറ്റലിൽ വേക്കൻസി ഉണ്ടോ, അല്ലെങ്കിൽ പ്ലംബറിന് വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഇതിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ കയറുക. ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ഹോം പേജിലേക്കായിരിക്കും നിങ്ങൾ വരുന്നത്. അതായത് വിഷിപ്പിൻ്റെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ ഈ മൈ അക്കൗണ്ട് എന്ന് പറയുന്ന സെക്ഷന് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നീക്കിയതിന് ശേഷം ഇവിടെ താഴേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ അടിച്ചു നോക്കുക. അതിനുശേഷം സെർച്ച് വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വേക്കൻസീസ് ഇപ്പോൾ അവൈലബിൾ ആണോ, ഏതൊക്കെയാണ് അവൈലബിൾ എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ കിട്ടുന്നതായിരിക്കും. അവിടെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് പല വേക്കൻസികളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കുള്ള ഒരു ബെറ്റർ ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സെർച്ച് ഓപ്ഷനിൽ പോയി നിങ്ങളുടെ സെക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വേക്കൻസീസ് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു റെസ്യൂമ് വേണം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നല്ലൊരു റെസ്യൂമ് വേണം. പിന്നെ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് 21 വയസ്സ് തികഞ്ഞിരിക്കണം. പിന്നെ 2 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് വേണം. അത് ഹോട്ടലിലാവാം അല്ലെങ്കിൽ മറ്റു ചില മേഖലകളിലാകാം. അത് ഓഫ് കോഴ്സ് ഒരു നല്ല കമ്പനിയിലാണെങ്കിലാണ് എപ്പോഴും പ്രിഫറൻസ്. അതുപോലെ തന്നെ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട ജോലികളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, 5 സ്റ്റാർ ഹോട്ടലോ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ജോലികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിരിക്കും അവർക്കായിരിക്കും പ്രിഫറൻസ് കൂടുതൽ. നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഒരു ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ അവരത് സോർട്ട് ഔട്ട് ചെയ്യുമ്പോൾ അവർ തീർച്ചയായിട്ടും എടുക്കുന്നത് ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ടവരെ ആയിരിക്കും ആദ്യം എടുക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു മേഖലയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മളുടെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ് മറ്റു കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഈ ഒരു മേഖലയിലല്ല വർക്ക് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് അടുത്ത 6 മാസക്കാലത്തോളം നിങ്ങളൊരു സ്റ്റാർ ഹോട്ടലിൽ സെറ്റപ്പിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ സാലറി നോക്കേണ്ട, ഒരു 6 മാസം നല്ലൊരു ലൈഫിന് വേണ്ടി എന്ന് വിചാരിച്ചാൽ മതി. ഒരു 6 മാസം ഒരു സ്റ്റാർ ഹോട്ടൽ കാറ്റഗറിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു മേഖലയിലേക്ക് വരുവാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ ഈ മേഖലയിലേക്ക് വരുന്നതിനെക്കുറിച്ചുള്ള പ്രൊസീജിയറിനെ കുറിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാകും എന്നെനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മുടെ ചാനലിലെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് ആ വീഡിയോൻ്റെ ആ ഒരു ഔട്ട് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് A to Z ഈ ഒരു മേഖലയിലേക്ക് വരുവാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ ചെയ്തത് വെച്ച് ഏറ്റവും നല്ല വീഡിയോ എന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്ന ഒരു വീഡിയോ ആണ്. അതിലും ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കില്ല. അത്രത്തോളം ക്ലാരിറ്റിയോട് കൂടെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ആ വീഡിയോ കാണുക. അതുപോലെ തന്നെ നമ്മുടെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്.
അപ്പോൾ ഇത്തരത്തിൽ ക്രൂസ് ഷിപ്പ് മേഖലയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാര്യം മറക്കണ്ട, നമ്മുടെ ചാനലിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം നമ്മളുടെ ചാനൽ എന്ന് പറയുന്നത് ഈ ഒരു മേഖലയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചാനലാണ്. ഓൾറെഡി ഒരുപാട് പേരാണ് നമ്മുടെ ചാനലിനൊപ്പം നിന്ന ഒരുപാട് പേരാണ് ഈ മേഖലയിലേക്ക് ഓൾറെഡി കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ വരാൻ സാധിക്കട്ടെ. അപ്പോൾ അടുത്ത വേക്കൻസീസും അടുത്ത ഒരുപാട് ഇൻഫർമേഷൻസുമായിട്ട് നമ്മൾക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.